പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടേതായൊരു പ്രസ്താവന വന്നു. സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ നൽകുന്ന ഹൃദയപൂർവ്വം പദ്ധതി, ആ പദ്ധതി ഇനി അനുവദിക്കത്തില്ല എന്നുള്ള ഒരു അപക്വമായ പ്രഖ്യാപനം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി. അപരിചിതരായ മനുഷ്യർ, അപരിചിതരായവർക്ക് വേണ്ടി നൽകുന്ന ഈ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നൽകുന്ന ഈ പൊതിച്ചോറിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. കാരണം ഈ ആഹാരം പാചകം ചെയ്യുന്നവരോ, അത് സംഭരിക്കുന്നവരോ, വിതരണം ചെയ്യുന്നവരോ, അത് ഭക്ഷിക്കുന്നവരോ ഇതിൽ രാഷ്ട്രീയമേ കാണുന്നേയില്ല. അവരുടെ രാഷ്ട്രീയം ഒഴിവാക്കുന്നുമില്ല. തികച്ചും മനുഷ്യത്വരഹിതമായ ഈ പ്രസ്താവന പിൻവലിക്കാത്ത പക്ഷം വലിയ ജനരോഷങ്ങൾക്ക് ഈ സർക്കാർ സാക്ഷിയാകേണ്ടി വരും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഡിവൈഎഫ്ഐ എന്ന സംഘടന നടത്തുന്ന ഈ പരിപാടി സമാനതകളില്ലാത്തതാണ്. 2017 ജനുവരി മാസം 1 തുടങ്ങി ഏകദേശം 9 വർഷക്കാലം പിന്നിടുമ്പോൾ 67ഓളം സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന ഈ ബൃഹത് പദ്ധതി പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ താങ്ങും തണലുമായി മാറുന്നുണ്ട്. അവിടെ രോഗികളായി വരുന്നവർക്കും അവിടെ കൂട്ടിരിപ്പുകാർക്കും വളരെ ഗുണകരമായ, സഹായകരമായ ഈ പദ്ധതി നിർത്തലാക്കുക വഴി വലിയ ജനവിരുദ്ധത തങ്ങളുടെ പ്രവൃത്തിയിലുണ്ടെന്ന് ഈ സർക്കാർ വെളിവാക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കുക, പൊതുച്ചോറ് വിതരണം മാത്രം ചെയ്യുന്ന സംഘടനയല്ല ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത്. ഡിവൈഎഫ്ഐ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സംഘടന കൂടിയാണ്. നാളുകളിൽ സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐക്കാരുടെ രക്തം വിതരണം ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു പ്രസ്താവന ഈ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം മനുഷ്യത്വരഹിതമായ പ്രസ്താവനകൾ നടത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതിനുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ദയവായി ഈ പൊതിച്ചോറിൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തരുത്. പക്ഷേ ഡിവൈഎഫ്ഐ പ്രസ്താവിച്ചു കഴിഞ്ഞു, ഞങ്ങൾ എന്ത് തടസ്സമുണ്ടെങ്കിലും പൊതിച്ചോറ് വിതരണം ചെയ്യുമെന്ന്. അപ്പോൾ സാധാരണക്കാർക്കെതിരെയുള്ള ഈ വെല്ലുവിളി സർക്കാർ അവസാനിപ്പിക്കണം. ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്നുമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.